നമസ്കാരം. 2026, 27, 28 വർഷത്തേക്കുള്ള ഒരു ഫ്ലൂസിയും കൂടെ ഇറ്റലിയിൽ ഇറങ്ങുകയാണ്. ഇതിനെപ്പറ്റി അനേകം സംശയങ്ങൾ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. അത് ദൂരീകരിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഇതിൽ ഒരു ഓപ്പൺ പേപ്പർ ഇറങ്ങുന്നു എന്ന ഒരു വ്യാജ പ്രചരണം ഉണ്ടാവുകയായി. അതിനെ വാട്സപ്പിലൂടെ അനേകം പേർ ഷെയർ ചെയ്യുകയും സംശയം ചോദിക്കുകയുണ്ടായി. അതിനെ പറ്റിയുള്ള ഒരു സംശയ നിവാരണം കൂടി ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കാരണം ഇതുപോലുള്ള വ്യാജ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർ അവർ വിസ കച്ചവടക്കാർ ആണ്. അവർ ആ ഉദ്ദേശത്തോടു കൂടി ചെയ്ത ഒരു സൃഷ്ടിയാണ്. അത് നമ്മൾ സാധാരണക്കാരായി പേപ്പർ പ്രതീക്ഷിച്ചിരിക്കുന്ന അനേകം പേർക്ക് വളരെ ആദ്യമേ സന്തോഷമുണ്ടായെങ്കിലും പിന്നീട് ദുഃഖകരമായി മാറുകയും ചെയ്തു. അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള കൂടുതൽ സംശയങ്ങൾ നമുക്ക് സാവിയച്ചോടിന് ചോദിച്ചറിയാം. സാവിച്ചേട്ടൻ. പ്രിയ സുഹൃത്തുക്കളെ, നമസ്കാരം. 23, 24, 25 വർഷത്തിലേക്കുള്ള ഫ്ലൂസിയുടെ 25 ഫ്ലൂസി ഇപ്പോഴും പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നു. ഇനി അടുത്തത് വീണ്ടും ഗവൺമെൻറ് അടുത്ത 3 വർഷത്തേക്കുള്ള ഫ്ലൂസി വീണ്ടും ഇറക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഗവൺമെൻറ് ഡെക്രേറ്റോ ഇറങ്ങാനുണ്ട്. എന്തായാലും ഗവൺമെൻറ് തീരുമാനിച്ച് കഴിഞ്ഞു. അതിൻ്റെ നമ്പേഴ്സൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. എല്ലാ വർഷവും ഏകദേശം 1,60,000 പോസ്റ്റുകളാണ് എല്ലാ വർഷവും ഉണ്ടാകുന്നത്. ഓരോ വർഷം ചെറിയ ഇൻക്രിമെൻറ്റും ഉണ്ടാകും. കുറച്ച് നമ്പേഴ്സ് കൂടുകയും ചെയ്യും. അപ്പോൾ ഈ ഫ്ലൂസി പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി ആണെങ്കിലും ഒരാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാൻ വേണ്ടി തത്വത്തിൽ അപൂർവം നമുക്ക് സ്പോൺസർ ഉണ്ടെങ്കിൽ കൊണ്ടുവരാമെന്നുണ്ടെങ്കിലും ഇവിടെ അസീലോ പൊളിറ്റിക്കോ ചെയ്തിട്ട് അതിൻ്റെ പ്രോസസ്സിങ്ങിൽ നിൽക്കുന്നവർക്കും അതിനകത്ത് അപേക്ഷിക്കാം. കാര്യം കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഫ്ലൂസി അങ്ങനെ ചെയ്തിട്ട് ഇവിടെ കോൺട്രാക്റ്റ് ഉണ്ടായിരുന്നവർ പോലും ഫ്ലൂസിയെ വെച്ചിട്ട് നുള്ളോസ വാങ്ങിച്ചിട്ട് തിരിച്ചു വരുന്നുണ്ട്. പക്ഷെ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് പറഞ്ഞാൽ ഇത് സനത്തോറിയമല്ല. കാര്യം ഇവിടെ പേപ്പർ വെച്ചിട്ട് ഇവിടുന്ന് തന്നെ നമുക്ക് സ്വജോർണയായിട്ട് കിട്ടത്തില്ല. അത് ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൽ ഇതുവരെ ഒരു ഇൻഡിക്കേഷൻ തന്നിട്ടില്ല. ഇവരെപ്പോഴും ഫ്ലൂസി ഇമിഗ്രസിയാണ് ഓരോ വർഷവും ഓരോ പ്രാവശ്യം, അതായത് ഓരോ 3 വർഷമാണ് ഇപ്പോൾ ഗവൺമെൻറ് അതിൻ്റെ ഫ്ലൂസികൾ ഇറക്കുന്നത്. ഓരോ 3 വർഷത്തേക്കുള്ള ഫ്ലൂസി ഡെക്രേറ്റുമായിട്ട് ഇറക്കുന്നുണ്ട്. അപ്പോൾ ഈ ഫ്ലൂസിയിൽ പ്രധാനപ്പെട്ടതായിട്ട് നമ്മൾ എല്ലാവരും നമ്മളെപ്പോലുള്ള ഇപ്പോൾ ഇന്ത്യ പോലുള്ള രാജ്യത്ത് നിന്ന് വന്നിട്ട് കൂടുതൽ ജോലി സാധ്യത ഉള്ള മേഖല ഈ ഡൊമസ്റ്റിക് വർക്കാണ്. ഈ ഡൊമസ്റ്റിക്കിൽ തന്നെ 2 കാറ്റഗറി ഉണ്ട്, ബദാന്തയും ഗോൾഫും. അപ്പോൾ അതിനകത്ത് ഈ ബദാന്തയായിട്ട് എടുക്കുന്നവരുടെ പേപ്പറുകൾക്ക് ഇത്തിരി പ്രയോറിറ്റി കൊടുക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്തതിൽ വെച്ച് നോക്കാനാണെങ്കിൽ വിളിച്ചിരിക്കുന്നതിൽ ആദ്യം ലിസ്റ്റിൽ കയറുന്നവരിൽ ബദാന്തയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ വിളിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ബദാന്ത എന്നുള്ള ജോലിയുടെ കാറ്റഗറിക്കാണ്. എന്തായാലും സനത്തോറിയം ആയിട്ട് ഗവൺമെൻറ് ഇറക്കുന്നില്ല. ഈ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റിൽ ഒരിക്കലും സനത്തോറിയം ഇറക്കുന്നില്ല. എന്നാൽ നമുക്ക് ഇവിടെ ഉള്ളവർക്കും ഇവിടെ ജോലി ചെയ്ത് പോകുന്നവർക്കും ഫ്ലൂസി വെച്ചിട്ട് നാട്ടിൽ പോയിട്ട് വിസ അടിച്ചിട്ട് വരാം. ഇവിടുന്ന് നുള്ളവസ വാങ്ങിച്ചിട്ട് വിസ അടിച്ചിട്ട് വരാൻ പറ്റും. അത് കാരണം സനത്തോറിയം ഇപ്പോൾ ഇറങ്ങിയിരിക്കുന്ന ന്യൂസിൽ പറഞ്ഞിരിക്കുന്നതായിട്ട് ശ്രദ്ധിക്കുക. ഈ സനത്തോറിയത്തിൻ്റെ ന്യൂസുകളൊന്നും ഇതുവരെ ഗവൺമെൻറ് ഡെക്രേറ്റോരൊന്നും ന്യൂസുകളിലൊന്നും ഒരു അപ്ഡേഷനും ഇല്ല. പിന്നെ ഇതിനകത്ത് പ്രധാനപ്പെട്ടതായിട്ട് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ ഓരോ പ്രാവശ്യവും ഈ ഫ്ലൂസി ഇറങ്ങുമ്പോൾ ഒത്തിരി ഡോക്യുമെൻറ്റിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനകത്ത് ചെറിയ വ്യത്യാസങ്ങളുണ്ടാകും. അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് സ്പെരിമെന്താലയാണെന്ന്. അപ്പോൾ അത് കാരണം നമുക്ക് ഇപ്പം 3 വർഷത്തെ ഫ്ലൂസി നമ്മൾ അയച്ച് എല്ലാവർക്കും നമുക്ക് തെറ്റുകളും അതുപോലെ തന്നെ ഡോക്യുമെൻറ്റ്സും മങ്കാൻസും ഉണ്ടാകുന്നുണ്ടെങ്കിൽ എന്താണ് കിട്ടാൻ താമസിക്കുന്നത് അതൊക്കെ അറിയാവുന്നത് കൊണ്ട് എപ്പോഴും ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യം നമ്മൾ ചെൻട്രോ പെർ ഇംപ്രിയയിലേക്ക് ഒരു റിക്വസ്റ്റ് അയക്കണം. അത് ശ്രദ്ധിക്കേണ്ട കേസ് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷത്തെ ഡെക്രേറ്റോയിൽ കിടക്കുന്ന ചെൻട്രോ പെർ ഇംപ്രിയയില ആപ്ലിക്കേഷൻ ഫോം എടുക്കരുത്. കാര്യം പുതിയ ആപ്ലിക്കേഷൻ ഫോം പുതിയ ഡെക്രേറ്റോയിൽ ഉണ്ടാവും, അതേ എടുക്കാവുള്ളൂ. അതിനകത്ത് നമ്മൾ കറക്റ്റായിട്ട് ഫില്ല് ചെയ്യുക. അത് അയക്കുന്നത് ഒരു പെക്ക് വഴി അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് പെക്ക് അയച്ചതിൻ്റെ കൊൺസെഞ്ഞതിൽ പെക്ക്, അതായത് പെക്കിൻ്റെ കൺസെൻറ്റും നമ്മൾ ഫില്ല് ചെയ്ത് വെച്ചിരിക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാകുന്നു. പിന്നെ അടുത്തതായിട്ട് അതിനകത്ത് അവർ പറയുന്നത് അലോജിറ്റീവ സെസിയോണ ഫബ്രിക്കാത്തോ, വരുന്ന ആളിന് സെസിയോണ ഫബ്രിക്കാത്തോ കൊടുക്കാവുന്നുള്ള ഒരു ഡിക്ലറേഷനും ഹോസ്പിറ്റാലിറ്റി കൊടുക്കാവുന്ന ഡിക്ലറേഷനും ഈ അലോജിറ്റീവയ്ക്ക് വേണ്ടി ആണ് ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നത്. അപ്പോൾ അത് അലോജിറ്റീവ നമ്മൾ മുൻകൂട്ടി തന്നെ കൊമ്മൂണിൽ ബുക്ക് ചെയ്ത് വെക്കുക, അപ്പോയിൻമെൻ്റ് എടുത്ത് വെക്കുക, അതിന് വേണ്ടതായിട്ടുള്ള റിലേഷനെ ടെക്നിക്ക സവറാത്ത എന്നുള്ളൊരു പേപ്പർ ഉണ്ടാക്കി വെക്കുക.
അപ്പോൾ ഇതെല്ലാം ഉണ്ടെങ്കിൽ ഒന്നാമത്തെ മുനിസിപ്പയിൽ മാത്രം റിലേഷനെ ടെക്നിക്ക അസവറാത്ത വേണ്ട. അതുപോലെ മൂന്നാമത്തെ മുനിസിപ്പയിലും അതിൻ്റെ ആവശ്യം വരുന്നില്ല. അത് സാധാരണ സൈറ്റിൽ നിന്ന് ഏജൻസി അല്ലാത്ത സൈറ്റിൽ നിന്ന് എടുക്കുന്ന പ്ലാനിംഗ് മെറ്റീരിയൽ ഒരു ജോമേതരെ കൊണ്ട് തിംബ്രോ ചെയ്യിച്ചാലും അത് അംഗീകരിക്കുന്നുണ്ട്. ഇനി മാറ്റങ്ങൾ ഉണ്ടാവാന്ന് അറിയാൻ പാടില്ല, എന്നാലും അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാവുന്നു. ഈ കാര്യങ്ങൾ വ്യക്തമായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ അടുത്തതായിട്ടാണ് ഒരു അസവരസ്യോളി എന്ന് പറയുന്നൊരു പേപ്പർ വേണം. അതായത് ഒരു കൊമേഴ്ഷ്യലിസ്റ്റയോ അല്ലെങ്കിൽ ഒരു അഡ്വക്കറ്റോ ഒരു ഡിക്ലറേഷൻ ചെയ്യണം. അതായത് ഈ ഫ്ലൂസിയിൽ നമുക്ക് വേണ്ടി പേപ്പർ വെക്കുന്ന ഈ തത്വത്തിൽ ലബോറയ്ക്ക് ഈ ഫ്ലൂസിൽ പങ്കെടുക്കുവാനും ഒരാളെ നാട്ടിൽ നിന്ന് കൊണ്ടുവരാനുമായിട്ടുള്ള എല്ലാവിധ പേപ്പേഴ്സും റെക്യൂസിറ്റിയും ഉണ്ട് എന്നുള്ള ഒരു ഡിക്ലറേഷൻ. ഇപ്പോൾ ഒരാൾ വെക്കുമ്പോൾ നമ്മൾ ഫീല് അവരുടെ അമ്മയെ നോക്കാനായിട്ടായിരിക്കും ഒരു പദാന്തയെ ക്ഷണിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട്ടിൽ. അപ്പോൾ അതെല്ലാം അവരുടെ വാർഷിക വരുമാനം അതെല്ലാം ഈ അഡ്വക്കറ്റ് ഇതിനകത്ത് എഴുതി ഒരു ഡിജിറ്റൽ സൈനും കൂടെ അതിനകത്ത് ഫിർമ ഇലക്ട്രോണിക്കയും കൂടെ അതിനകത്ത് വെച്ചാലേ സമ്മതിക്കുന്നത്. അപ്പോൾ എല്ലാ പേപ്പറുകളും കറക്റ്റായിട്ട് നമ്മൾ ഫില്ല് ചെയ്ത് സൈറ്റിൽ അപ്ലോഡ് ചെയ്ത് മുൻകൂട്ടി വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പക്ഷേ നവംബറിലായിരിക്കും തുടങ്ങുന്നത് ഫില്ല് ചെയ്യാൻ. അത് നവംബർ 30-ാം തീയതി വരെ ഉണ്ടാകാം. പക്ഷേ അതിൻ്റെ ഡേറ്റുകളും കാര്യങ്ങളും വ്യക്തമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം നവംബറിലാണ് ഓപ്പൺ ഫില്ല് ചെയ്യാനായിട്ട് സമയം തന്നത്. എന്നിട്ട് പിന്നെ മോഡിഫൈ ചെയ്യാനായിട്ട് കുറച്ച് സമയം കൂടെ പിന്നീട് തരും. മോഡിഫൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓപ്പൺ ചെയ്യും. അപ്പോൾ അത് പല പല കാറ്റഗറിയിലെ ഫ്ലൂസി ഉള്ളത് കൊണ്ട് ഓരോ ക്ലിക്ക് ഡേക്കും വ്യത്യാസങ്ങളുണ്ടാവും. ഓരോ കാറ്റഗറിക്കും ക്ലിക്ക് ഡേ വ്യത്യാസം ഉണ്ടാകും. ക്ലിക്ക് ഡേക്ക് പലത് വെക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാഫിക് ഉണ്ടായിട്ട് ബ്ലോക്കായിട്ട് കിടക്കാതിരിക്കാൻ വേണ്ടിയാണ് അവർ ഓരോ പ്രാവശ്യവും ഇത് ഓരോ ക്ലിക്ക് ഡേക്ക് ഓരോ ഡേറ്റുകൾ വെക്കുന്നത് പല പല കാറ്റഗറി വെച്ചിട്ട്. അപ്പോൾ ഡോക്യുമെൻറ്റേഷൻ ഇപ്പോൾ പുതിയതായിട്ട് ഫ്ലൂസി ഇറങ്ങുമ്പോൾ നമ്മൾ അത് ആദ്യമായിട്ട് അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പഠിച്ചിരിക്കുക. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അലോചിത്യവയ്ക്ക് വേണ്ടിയുള്ള കാര്യങ്ങൾ ചെയ്തു വെക്കുക. മുൻകൂട്ടി ഇറങ്ങുന്നതിന് ജസ്റ്റ് മുന്നേ തന്നെ അത് ശരിയാക്കി വെക്കുക. കൊമ്മൂണയിൽ അപ്പോയിൻമെൻ്റ് എടുത്ത് വെക്കുക. പുതിയ ഫോമിലെ ഫില്ല് ചെയ്യാവുള്ളൂ. പിന്നെ നമ്മുടെ സൈറ്റിൽ നമുക്ക് പേപ്പർ വെച്ച് തരുന്ന ആളിന് സ്പിഡ് വേണം, പെക്ക് വേണം. അത് രണ്ടും അവരുടേതായിരിക്കണം. നമുക്ക് ഇപ്പോൾ കാഫുകാർക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഇതിനകത്ത് ഫോറി കോട്ട എന്ന് പറഞ്ഞിട്ട് ഇതുപോലെ തന്നെ 10,000 പേർക്കുള്ള പോസ്റ്റ് വേറെ ഉണ്ടാവും. അത് ഈ ഏജൻസിക്കാർക്ക് മാത്രമേ വെക്കാൻ പറ്റുള്ളൂ. ഏജൻസി എന്ന് പറഞ്ഞാൽ കാഫല്ല ഉദ്ദേശിക്കുന്നത്, ഈ അസോസിയേഷൻകാരുണ്ടാവും ഈ തത്വത്തിൽ ലബോറികളുടെ. അവർക്കൊരു കോതിശ ഉണ്ടാവും, അബിലിതസ്യോണം ഉണ്ടാവും. അവർ വഴി ചെയ്യാൻ പറ്റും. അത് ചില പതർണാർത്ഥികൾക്കും ഇൻബാൽ അങ്ങനെയുള്ള ഒത്തിരി ഇതുണ്ടായിച്ച് അങ്ങനെയുള്ള ഓരോ സ്ഥാപനങ്ങൾക്കുണ്ട്. അപ്പോൾ അവരുമായിട്ട് നമ്മൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടിയെന്നിരിക്കും. അപ്പോൾ അത് കിട്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെയാണ് ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി എനിക്ക് ഓർപ്പിക്കാനുള്ളത്, ഈ പ്രാവശ്യം ഫ്ലൂസി കിട്ടിയിട്ട് നാട്ടിൽ നിന്ന് വരാനായിട്ട് നിൽക്കുന്നവർക്ക് ഈ ത്രൂഫ ബിസിനസ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കാൻ വേണ്ടി അവിടെ നമുക്ക് ഇൻ്റർവ്യൂ വെക്കുന്നുണ്ട്. അവിടുന്ന് തന്നെ ഇപ്പം റീസെൻ്റായിട്ട് വന്ന മെയിൽ ചോദിക്കുന്നുണ്ട്. നാട്ടിൽ വിസ കൗൺസിലേറ്റിൽ നിന്ന് വന്ന കമ്മ്യൂണിക്കേഷനിൽ വിസിനുള്ള വിസ അടിക്കുന്ന മുമ്പ് തന്നെ അവർ അപേക്ഷ കൊടുക്കുമ്പോൾ വെക്കുന്ന മെയിലിലേക്ക് അവർ പറയും അവർ ചോദിക്കുന്ന ഡോക്യുമെൻറ്റുകൾ പ്രസൻറ്റ് ചെയ്യാൻ പറയുന്നുണ്ട്. ഈ തത്വത്തിൽ ലബോറയുടെ ഫുഡ് ചിലപ്പോൾ ചോദിക്കാം, അവസാനത്തെ 3 പുസ്തഭാഗ ചോദിക്കാം, സ്റ്റാർട്ടർ ഫാമിലിയെ ചോദിക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ നമ്മൾ ഓൺലൈൻ ഇൻ്റർവ്യൂ വെക്കുന്നുണ്ട്. കാര്യം കുറേ ആൾക്കാർ ബിസിനസ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ആൾക്കാരെ കൊണ്ടുവന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് ചെയ്യുന്നു. അപ്പോൾ അത് മുഴുവനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരിക്കുകയാണ് മറ്റുള്ളവർക്ക്. ശരിക്കും ഒരാൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി അങ്ങനത്തെ കാര്യങ്ങൾ കൊണ്ടുവരുന്നത് കുറച്ച് നല്ലതാണ്. ഫ്ലൂസിയെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണം. പിന്നെ നമുക്ക് കൂടുതൽ ന്യൂസുകൾ ഇപ്പോൾ പുതിയ ഡെക്രേറ്റോടെ നിയമങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ നമുക്ക് അതിൻ്റെ എന്താണ് അയക്കാനുള്ളത്, പുതിയ ഡോക്യുമെൻ്റ് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടോ, ഇനിയിപ്പോൾ ഇൻ കേസ് സനത്തോറിയം ഉണ്ടാവോ. സനത്തോറിയം ഇതുവരെ ഉള്ള ഇൻഫർമേഷൻ സനത്തോറിയത്തെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. ഇപ്പോൾ ഈ ജൂലൈ മാസം ഒരു ഫ്ലൂസി ഫില്ല് ചെയ്യുന്നുണ്ട്. അത് ഈ കഴിഞ്ഞ 2025 അവസാനത്തെ ക്ലിക്ക് ഡേക്കുള്ള ഫ്ലൂസി ആപ്ലിക്കേഷനാണ് ഫില്ല് ചെയ്യുന്നത്. അത് ഒക്ടോബർ മാസമാണ്. ഒക്ടോബർ 1 അങ്ങനെയുള്ള ഏതോ ഡേറ്റിനാണ് അത് ക്ലിക്ക് ചെയ്യേണ്ടത്. അപേക്ഷ ഇപ്പോൾ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ആ അപേക്ഷ നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ഹോട്ടലോ അൽബെർഗോ പോലുള്ള സ്ഥാപനങ്ങളിലേക്ക് 9 മാസം 10 മാസം അങ്ങനെയുള്ളതിൽ ആ സ്ഥാപനങ്ങൾ നടത്തുന്നവർക്ക് ആവശ്യമുണ്ടെന്നും പറഞ്ഞുകൊണ്ട് നമുക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവരാനോ ഇവിടെ നിൽക്കുന്നവർക്കാ ചെയ്യാം. പക്ഷെ അത് കിട്ടാനായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഒത്തിരി പേപ്പേഴ്സൊക്കെ വേണ്ടതുകൊണ്ട് ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ സനത്തോറിയം എന്ന് ഉദ്ദേശിക്കുന്ന സനത്തോറിയ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഓപ്പൺ പേപ്പർ ആണ് നമ്മൾ സാധാരണ പറഞ്ഞു വരുന്നത്. അതായത് ഇവിടെ ഡോക്യുമെൻ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ ഗവൺമെൻറ്
ഒത്തിരി വിദേശികൾ ഇവിടെ ഡോക്യുമെൻ്റ് ഇല്ലാതെ നിൽക്കുമ്പോൾ സെക്യൂരിറ്റി പ്രശ്നങ്ങളോ മറ്റുള്ള കാര്യങ്ങൾ വരുമ്പോൾ പാർലമെൻറ്റിൽ ചർച്ച ചെയ്ത് വലിയ ചർച്ചകളും കാര്യങ്ങളും വന്നിട്ട് അങ്ങനെയാണ് ഗവൺമെൻറ് ഒരു ഡെക്രേറ്റ് ഇറക്കിയിട്ട് ഓപ്പൺ പേപ്പർ ഇറക്കുന്നത്. ഓപ്പൺ പേപ്പർ ഇറക്കുമ്പോൾ അതിനുള്ള നിബന്ധനകളും കാര്യങ്ങളൊക്കെ വേറേതായിരിക്കും. എന്തായാലും ഇവിടെ നമ്മൾ വരുന്നവർ എപ്പോൾ വന്നാലും ഒന്ന് അവരുടെ പേര് ഒരു സിം കാർഡോ നാട്ടിലോട്ടൊരു ചെറിയ രീതിയിൽ പൈസ അയച്ചതിൻ്റെ റെസീറ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻ കേസ് ബൈ ചാൻസ് ഒരു ഫൈനോ എന്തെങ്കിലും നമ്മൾ ഇവിടുത്തെ ആറ്റക്കിൻ്റെ ഒരു ഫൈനോ എന്തെങ്കിലും കിട്ടുകയാണെങ്കിലും ആ പേപ്പറാണെങ്കിലും നമ്മൾ സൂക്ഷിച്ചു വെക്കണം, ഒരു തെളിവായിട്ട് ഇവിടെ ഉണ്ടാകുന്നത്. പക്ഷെ അതൊന്നും നമ്മൾ സൂക്ഷിക്കാതിരിക്കരുത്. അത് സ്കാൻ ചെയ്തിട്ട് നമ്മൾ മെയിലിലാണെങ്കിലും ഇട്ട് വയ്ക്കുക. ഒരു കാര്യം കൂടെ, അതായത് ഇപ്പോൾ ഇതുപോലെ ഇങ്ങനെ ന്യൂസുകൾ ഇങ്ങനെ മലയാളത്തിലൊക്കെ എഴുതി ഇങ്ങനെ വിടുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ മലയാളം ആയത് കാരണം എല്ലാവരും ഇങ്ങനെ എഴുതി വിടും. പക്ഷേ ആരാണ് വിട്ടതെന്ന് ഒരു അഡ്രസ്സ് ഇല്ല, ഏതെങ്കിലും ഒരു സൈറ്റ് അതിനകത്ത് ഈ ലിങ്ക് കൊടുത്തിട്ടില്ല. വെറുതെ വ്യാജമായിട്ട് ഇങ്ങനെ ന്യൂസുകൾ വരുമ്പോൾ അതിൻ്റെ ഉത്ഭവസ്ഥാനം ഏതാണെന്നോ ഇത് ശരിക്കുള്ളതാണോ എന്ന് നമ്മൾ അന്വേഷിക്കുക. അല്ലാതെ കൊണ്ട് എല്ലാവരും ഇങ്ങനെ പാനിക്കാവും. പെട്ടെന്ന് തന്നെ നമുക്ക് എല്ലാവർക്കും ഒരു പേപ്പർ ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഇവിടെ ഡോക്യുമെൻ്റ് ആക്കിയിട്ട് നാട്ടിൽ പോകാൻ വേണ്ടി നിൽക്കുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ന്യൂസുകൾ നമ്മൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ പെട്ടെന്ന് ഷെയർ ചെയ്യരുത്. അറിയാവുന്നവരോട് ആരെങ്കിലും ചോദിച്ച് മനസ്സിലാക്കുക. അത് ഷെയർ ചെയ്യുമ്പോഴാണ് പ്രശ്നം വരുന്നത്. നമ്മൾ ഷെയർ ചെയ്യാതെ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞേക്കുക.